അജിത്ത്, ഇപ്പോൾ CPIM-ന്റെ നിർണായക നേതൃത്വ യോഗവും സംസ്ഥാന സെക്രട്ടേറിയറ്റും ചേരാൻ പോവുകയാണല്ലോ. UDF സ്ഥാനാർത്ഥിയെ അറിഞ്ഞതിന് ശേഷം മാത്രമേ LDF-ന്റെ സ്ഥാനാർത്ഥി ഉള്ളൂ എന്നുള്ള വാർത്തകളായിരുന്നു പുറത്തു വന്നിരുന്നത്. സ്വാഭാവികമായും ആർക്ക് ആര് എന്ന രീതിയിൽ പകരം വെക്കാൻ പല പേരുകളുണ്ട്. ജോയി ആണെങ്കിൽ പകരം വെക്കാൻ CPIM-ന്റെ പക്കൽ പേരുണ്ട്. അതേസമയം ആര്യാടൻ ഷൗക്കത്താണെങ്കിലും പേരുണ്ട്. അപ്പോൾ ആരിലേക്ക് എത്തും എന്നുള്ളത് ഒരു മുൻധാരണയിലേക്ക് എത്തേണ്ടതുണ്ട്. CPIM-നെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇടത് ക്യാമ്പിന്റെ ചിന്തകൾ, പ്രവർത്തനങ്ങൾ? ബിനിൽ പോത്തൻ, അതിലേറ്റവും പ്രധാനമായും ഉള്ളത് നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ നിൽക്കുന്നത് ഒരു പ്രത്യേക പോയിന്റിലാണ്. പ്രത്യേകിച്ച് PV അൻവറിൻ്റെ നിലപാട് അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. പ്രത്യേകിച്ച് PV അൻവർ ഇപ്പോൾ രണ്ട് കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ പറയാത്ത സാഹചര്യമുണ്ട്. ഒന്ന്, കോൺഗ്രസ് UDF-ലേക്കുള്ള തൻ്റെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ മണിക്കൂറുകളിൽ പോലും അദ്ദേഹം പറഞ്ഞത്, ഞാൻ ബസ്സിൻ്റെ സ്റ്റെപ്പിൽ പോലും നിൽക്കുന്ന ആളല്ലല്ലോ എന്നുള്ളതാണ് അദ്ദേഹം നൽകിയ മറുപടി. അതോടൊപ്പം തന്നെ PV അൻവർ മുന്നോട്ട് വെച്ച പേര് അത് ഏത് നിലയ്ക്ക് പരിഗണിക്കപ്പെടുമെന്നുള്ള കാര്യം കൂടി ഇവിടെയുണ്ട്. അത് PV അൻവർ പറയുന്നത് ഏതെങ്കിലും ഒരാളെ MLA ആക്കാൻ വേണ്ടിയല്ല താൻ രാജിവെച്ചത് എന്നുള്ള രണ്ട് കാര്യങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. UDF-ന്റെ ക്യാമ്പിലെ തീരുമാനം അതിനറിഞ്ഞതിന് ശേഷം മാത്രം ഒരു തീരുമാനത്തിലേക്ക് പോയാൽ മതി എന്നുള്ള നിലപാടിൽ തന്നെയാണ് നിലവിൽ LDF ക്യാമ്പുള്ളത്. പ്രത്യേകിച്ചും PV അൻവറുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം റൈസ് ചെയ്താൽ, ഒരു പ്രശ്നമുണ്ടായാൽ ആ സാധ്യത കൂടി ഉപയോഗപ്പെടുത്താനുള്ള തീരുമാനമുണ്ട്. മാത്രമല്ല, ഈ രണ്ട് പേരുകൾ ഇപ്പോൾ നിലവിൽ ഉയർന്നു വന്നിരിക്കുന്ന രണ്ട് പേരുകൾ VS ജോയിയുടെയും അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തിൻ്റെയും പേരുകൾ ഉയർന്നു വരുമ്പോൾ അതിനെ കൃത്യമായി കൗണ്ടർ ചെയ്യാനുള്ള നറേറ്റീവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ CPM-ന്റെ ക്യാമ്പുകൾ ആലോചിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്വരാജിന് ഉൾപ്പെടെ ചുമതലയുള്ള ഘട്ടത്തിൽ ആ കാര്യങ്ങളെല്ലാം കൂടി ആലോചിച്ചുകൊണ്ടാണ് നിലവിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, പുതുപ്പള്ളിയിലും അതുപോലെ തന്നെ തൃക്കാക്കരയിലും അതുപോലെ തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായ ഘട്ടത്തിൽ അത് പരിഗണിച്ച്, അതുകൊണ്ട് ആ സാഹചര്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുമ്പ് പാലാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ സ്വീകരിച്ചതുപോലെ ഒരു സമീപനം സ്വീകരിക്കാനാണ് CPM-ന്റെ തീരുമാനം. അതായത് വലിയ തരത്തിലുള്ള കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം ഉണ്ടാകുക, മഴയുടെ പ്രതിസന്ധി ഘട്ടങ്ങൾക്ക് ഉൾപ്പെടെ ഉള്ള ഘട്ടത്തിൽ അതിനെ മറികടന്നുകൊണ്ട് വലിയ തരത്തിലുള്ള ക്യാമ്പയിൻ നടത്തുക എന്നുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ ഇതിനോടകം തന്നെ അവർ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിലായിരിക്കും ഇടത് ക്യാമ്പിൻ്റെ പ്രവർത്തനങ്ങളും ക്രോഡീകരണങ്ങളും അതും അത്തരത്തിലുള്ള ശക്തമായ പ്രചരണം ഉൾപ്പെടെ നടത്താൻ തീരുമാനിക്കുമ്പോൾ പോലും നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം UDF ക്യാമ്പിൻ്റെ തീരുമാനം എന്താണോ അതിനനുസരിച്ചൊരു തീരുമാനത്തിലേക്ക് പോകാം എന്നുള്ള നിലപാടിലാണ് ഈ ഘട്ടത്തിൽ നിൽക്കുന്നത്. പ്രത്യേകിച്ചും ഈ നിലമ്പൂരിനെ സംബന്ധിച്ച് PV അൻവർ ഇപ്പോൾ ഉയർത്തുന്ന ചോദ്യങ്ങൾ, അത് UDF-ന് നമുക്കറിയാം കഴിഞ്ഞ ഘട്ടങ്ങളിൽ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ പല ചോദ്യങ്ങളും അവിടെ നിലനിൽക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആരാകും സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. രണ്ട് മുന്നണികളോളം ജനം ചോദിക്കുകയാണ്. കാരണം ഇനി 24 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം, പെരുമാറ്റച്ചട്ടം ഉൾപ്പെടെ ഔദ്യോഗികമായി പുറത്തു വരികയാണ്. നോട്ടിഫിക്കേഷൻ അല്പസമയത്തിനോടകം തന്നെ പുറത്തിറങ്ങുകയും ചെയ്യും.